യഹൂദന്മാരുടെ രാജാവിനെ കാണുവാൻ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ബൽതസർ, മെൽക്കിയോർ, കാസ്പർ എന്നീ 3 ജ്ഞാനികൾക്കൊപ്പം അർത്ഥബാൻ എന്ന 4-മനും ഉണ്ടായിരുന്നുവെന്ന് ഒരു അത്യന്തം മനോഹരമായ കഥയെ ആധാരമാക്കി ഇതാ നസറേത്ത് കുടുംബം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ദ ഫോർത്ത് വൈസ് മാൻ, 4-മത്തെ ജ്ഞാനി. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചു ബേത്ലഹേം വരെ പോയത് ഈ രാജാവിനെ കാണുവാനായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കിരീടം തേടി യാത്രയായി. പക്ഷേ എന്റെ രക്ഷിതാവിനെ കണ്ടെത്തിയത് ഈ കുരിശിലാണല്ലോ. വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യൻ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ജ്ഞാനികൾ നാളുകളായിട്ടുള്ള ആകാശത്തിന്റെയും നക്ഷത്രങ്ങളുടെയും വ്യതിയാനങ്ങൾക്ക് ഉത്തരമായി നമ്മുടെ പ്രയത്നത്തിന്റെ കാത്തിരിപ്പിന്റെ ഉത്തരം. അതെ, ഈ വസന്തത്തിന്റെ ആരംഭത്തിൽ പ്രത്യക്ഷപ്പെട്ട എബ്രായരുടെ അടയാളമായ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള വലിയ 2 നക്ഷത്രങ്ങൾ അസാധാരണമായ പ്രകാശത്തോടെ ഒരേ ഒരു രാത്രി മാത്രം പ്രത്യക്ഷപ്പെട്ട് മാഞ്ഞുപോയ മറ്റൊരു നക്ഷത്രം, അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ സംഗമം. അടയാളങ്ങൾ വ്യക്തമാണ്. യഹൂദന്മാരുടെ രാജാവ് ജനിക്കുവാനുള്ള സമയമായി. ലോകത്തിന്റെ രക്ഷകൻ ഉജാതനാകുവാനുള്ള നാഴിക അടുത്തിരിക്കുന്നു. പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ വരും. സ്നേഹിതരെ, നമുക്ക് എത്രയും വേഗം പുറപ്പെടണം. ബാബിലോണിലേക്ക് പോയി നമ്മുടെ രക്ഷകനെ തേടിയുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യാം. അർത്ഥബാൻ, നീയും ഞങ്ങളുടെ കുടുംബവും നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച പ്രകാരം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി രാജാവിനെ കണ്ടു വണങ്ങാം. തീർച്ചയായും നമുക്ക് പോകാം സ്നേഹിതരെ. നിങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ. എനിക്ക് ചില ഒരുക്കങ്ങൾ ചെയ്യുവാനുണ്ട്. അതൊക്കെ വേഗം തീർത്ത് ബാബിലോണിലെ സപ്തഗോളങ്ങളുടെ ദേവാലയത്തിൽ ഞാൻ എത്തിച്ചേരും. മരുഭൂമിയും കടലും പർവ്വതങ്ങളും കടന്ന് രാജാവിന്റെ അരികിലെത്തുമ്പോൾ ആ ശാന്തിയുടെ പ്രഭുവിന് സമർപ്പിക്കുവാനുള്ള കാഴ്ചകൾ എനിക്ക് ഒരുക്കണം. കാഴ്ചകളും? അതെ, 3 വിശിഷ്ട രത്നങ്ങൾ. അവന്റെ രാജത്വത്തിന്റെ സൂചകമായി ഇന്ദ്രനീലം, ത്യാഗത്തിന്റെ പ്രതീകമായി മാണിക്യം, നിർമ്മലതയുടെയും വിശുദ്ധിയുടെയും അടയാളമായി പവിഴം. ഇവയാണ് ഈ എളിയവന്റെ കാഴ്ചകൾ. നന്നായിരിക്കുന്നു സ്നേഹിത. അങ്ങനെ അവർ സമാധാന പ്രഭുവിനെ തേടി പുറപ്പെട്ടു. ഒരാൾ മാത്രം പിന്നിലാണ്, തന്റെ ഹൃദയവും സമ്മാനങ്ങളും ഒരുക്കുവാൻ. അർത്ഥബാൻ രാജാതിരാജനുള്ള കാഴ്ചകളുമായി യാത്ര തിരിക്കുന്നു.
മഹാരാജാവിനെ കാണാൻ യാത്ര തുടങ്ങി എത്ര ദിവസമായി? അടയാളങ്ങൾ എവിടെ മാറി? എത്ര ദൂരം കൂടി പോകേണ്ടി വരും? അയ്യോ എന്റെ ദൈവമേ, അവിടെ അവിടെ ആരാണ്? സഹോദര, നിനക്ക് എന്ത് പറ്റി? വെള്ളം വേണം? വെള്ളം, അല്പം വെള്ളം. ദിവസങ്ങളായി ഒന്നും കിട്ടിയിട്ടില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ആരാണ്? ഞാൻ അർത്ഥവാൻ, ലോകരക്ഷകനെ തേടിയുള്ള യാത്രയിലാണ്. ഞാൻ ഒരു ദരിദ്രൻ മാത്രമാണ്. പക്ഷേ നിന്നിൽ ഞാൻ എന്റെ രക്ഷകനെ കാണും. അർത്ഥവാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു രത്നം ആ അവശത്തിന് നൽകി. അതിലും തിളക്കമുള്ള ഒരു ആത്മാവിനെ അവൻ നേടി. അടയാളങ്ങൾ പിന്തുടർന്ന് 3 ജ്ഞാനികളും യാത്ര തുടങ്ങി. അർത്ഥവാനെ കാത്തു നിൽക്കാതെ അടയാളങ്ങൾ അവരെ യഹൂദദേശത്തേക്ക് എത്തിച്ചു. അഗസ്തോസ് സീസറിന്റെ കൽപ്പന പ്രകാരം എല്ലാം ഒരുപോലെ നടത്തുന്നുണ്ടോ? പ്രഭു കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യുവാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങേ മുഖം കാണിക്കുവാൻ 3 ജ്ഞാനികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ജ്ഞാനികളോ? അവരോട് കടന്നു വരുവാൻ പറയൂ. ഉത്തരവ് പോലെ. രാജന് പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് 3 സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്തിൽ നിന്നും വരുന്നവരാണ്. ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്ന് അറിഞ്ഞ് ലോകത്തിന്റെ രക്ഷകനായ ആ ശിശുവിനെ കാണുവാനും വന്ദിപ്പാനും വന്നതാണ് ഞങ്ങൾ. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജന്മം സംഭവിച്ചിട്ടില്ല. യഹൂദ ദേശത്തും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് രാജാവിനെയാണ് അന്വേഷിക്കുന്നത്? ശിശു പിറന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അടയാളം ലഭിച്ചു. ആകാശത്ത് കിഴക്ക് ദിക്കിൽ ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ചു. ശിശുവിനെ കാണുവാൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾക്ക് വഴികാട്ടിയായത് ആ നക്ഷത്രമാണ്. അത് ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. മഹാപുരോഹിത, ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? യഹൂദരുടെ രാജാവ്, ദിവ്യ നക്ഷത്രം. അവൻ പറയുന്നത് ശരിയാണ്. നമ്മുടെ തിരുവെഴുത്തുകളിൽ ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തു എവിടെ ജനിക്കുമെന്നാണ് തിരുവെഴുത്തിൽ പറയുന്നത്? യഹൂദിയിലെ ബേത്ലഹേമിൽ നിന്നും എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ പുറപ്പെട്ടു വരുമെന്ന് പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. ജ്ഞാനികളെ, നിങ്ങൾ ബേത്ലഹേമിലേക്ക് പോകുവിൻ. ആ ശിശുവിനെ പറ്റി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിക്കും. മഞ്ഞ് പെയ്തിറങ്ങിയ ആ രാത്രിയിൽ ദിവ്യനക്ഷത്രത്തെ പിന്തുടർന്ന് ജ്ഞാനികൾ ബേത്ലഹേമിലേക്ക് യാത്രയായി. ജ്ഞാനികൾ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് ഹെരോദാവ് കാത്തിരുന്നു. പക്ഷേ അവർ വന്നില്ല. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചുവെന്ന വാർത്ത അവന്റെ മനസ്സിൽ ഭയം കുതിച്ചു. എന്റെ രാജ്യത്ത് മറ്റൊരു രാജാവും എന്റെ സിംഹാസനത്തിന് മറ്റൊരു അവകാശിയും ഇല്ല. അത് സംഭവിച്ചുകൂടാ. ആരോടെ? കൽപ്പിച്ചാലും പ്രഭോ, ബേത്ലഹേം മുഴുവൻ അന്വേഷിക്കും. ഓരോ വീടും തൊട്ടിലും പരിശോധിക്കും. 2 വയസ്സും അതിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയും.
കടന്നു പോകുവിൻ. കൽപ്പന പോലെ രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഇത് നിന്റെ കാര്യമല്ല, നീ പോകും. ഇവിടെ നോക്ക്, ഇതാ വിലയേറിയ ഒരു രത്നം. ഇതെടുക്കും, പക്ഷെ ഈ കുഞ്ഞിനെ വിടും. എന്റെ പൊന്നു കുഞ്ഞെ, ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിനക്കായി കൊണ്ടുവന്നത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കൊടുത്തു. ഇത് തന്നെയായിരിക്കുമോ നിന്റെ ഇഷ്ടം? അർത്ഥമാണ് ബേത്ലഹേമിൽ സമാധാന പ്രഭുവിനെ കണ്ടെത്താനായി. പക്ഷേ അവന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലെ ദയയും നിർമ്മലതയും ആ നിലാവിൽ പ്രകാശിച്ചു. കണ്ടുപോയി ലോകരക്ഷകരെ തേടി അർത്ഥമായി ഒടുവിൽ ഗോൽഗോഥ മലയിൽ എത്തി. എന്നെ രക്ഷിക്കണേ. ഈ ചങ്ങലകൾ എനിക്ക് വേദന സഹിക്കുന്നില്ല. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. നിനക്ക് ഇനിയുള്ള ജീവിതം വേദന മാത്രമായിരിക്കും. നിന്നെ തുറന്നുവിട്ടാൽ നീ ഓടിപ്പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ അടിമയാണ് നീ. മിണ്ടാതെ നടന്നോളൂ. അവളെ പോകാൻ അനുവദിക്കും. അവളെ സ്വതന്ത്രയാക്കും. ഞാൻ അതിന്റെ കൂലിയായി കയ്യിലുള്ള ഈ രത്നം നിങ്ങൾക്ക് തരും. തീർച്ചയായും ഈ മാണിക്യത്തിന്റെ വിലയ്ക്ക് നിങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാം. ഈ സ്ത്രീയെ വെറുതെ വിടും. ആരാണ് ഈ യൗവനക്കാരൻ? ഇതാണ് ദൂതന്മാരുടെ രാജാവ്. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചു. ബേത്ലഹേം വരെ പോയത് ഈ രാജാവിനെ കാണുവാനായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കിരീടം തേടി യാത്രയായി. പക്ഷേ എന്റെ രക്ഷിതാവിനെ കണ്ടെത്തിയത് ഈ കുരിശിലാണല്ലോ. നിനക്ക് സമർപ്പിക്കാനായി അടിയൻ കരുതിയ കാഴ്ചകൾ ചില സാധുക്കൾക്ക് നൽകേണ്ടി വന്നു. അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ വേറെ നിവർത്തിയില്ലായിരുന്നു. ഇന്നും നിനക്കർപ്പിക്കുവാൻ ഈ അടിയന്റെ കയ്യിൽ ഒന്നുമില്ലെന്നും തകർന്ന ഹൃദയത്തോട് നീട്ടിയ ഭുജത്തോടുകൂടി അടിയനിത സർവലോകത്തിന്റെയും രാജാതിരാജന്റെ മുൻപാകെ കുമ്പിടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 25:40 ഇപ്രകാരം പറയുന്നു: എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്തു. തന്റെ വഴിയിൽ കണ്ട അനുഭവങ്ങളുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് 4ാമത്തെ ഞാൻ. ഒരു ശിശുവിനെ കാണാൻ പുറപ്പെട്ട യാത്രയ്ക്കൊടുവിൽ മനുഷ്യരോടുള്ള കരുണയും ദൈവം തന്നെയാണ് ദൈവത്തെ നമ്മിൽ കാണിക്കുന്ന വഴിയെന്ന സന്ദേശം ഈ കഥയിൽ കൂടി നസ്രേത്ത് കുടുംബം നിങ്ങൾക്ക് മുൻപിൽ ഈ ക്രിസ്മസ് കാലയളവിൽ വരച്ചു കിട്ടുന്നു. നന്ദി.